പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. കണ്ടശങ്കടവ് പള്ളിയുടെ പ്രധാനപ്പെട്ട ആദായം, വരുമാന മാർഗം പള്ളിയോടനുബന്ധിച്ചുള്ള മാർക്കറ്റായിരുന്നു. അച്ഛൻ്റെ കാലഘട്ടത്തിൽ ആ മാർക്കറ്റ് നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് അച്ഛൻ വളരെയധികം കടഞ്ഞ് പരിശ്രമിച്ചു. ആയിരത്തി 1982, 86 കാലഘട്ടങ്ങളിലാണ് അച്ഛൻ പുത്തൻപീടിക വിശുദ്ധ അന്തോനീസിൻ്റെ നാമത്തിലുള്ള ഈ പള്ളിയിൽ സേവനം ചെയ്തിരുന്നത്. ആയിരത്തി 1982 ഞാൻ പുത്തൻപീടിക പള്ളിയിൽ വികാരിയായിട്ട് വരുന്നത്. ചേരുംകുഴിയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ വന്ന് പൊതുവെ നല്ല ഒരിടവക എന്നുള്ള രീതിയിലാണ് പുത്തൻപീടികനെ എല്ലാവരും കാണാറ്. വിശ്വാസമുള്ളൊരു സമൂഹം, മിക്കവാറും പള്ളി നിറച്ച് ഇടദിവസങ്ങളിൽ പോലും കുർബാനയ്ക്ക് ആൾക്കാർ വരും. കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം അന്നും വളരെയധികമായിരുന്നു. രാവിലെ 5:30 കുംസാരക്കൂട്ടിലിരുന്നാൽ കുർബാന തുടങ്ങുന്നതുവരെയും കുർബാന കഴിഞ്ഞിട്ടും ധാരാളം പേര് കുംസാരിക്കാനുണ്ടാകും. മാസാദി വെള്ളിയാഴ്ചകളിൽ കുമ്പസാരം, ആരാധന അതൊക്കെ വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു പാരിഷായിരുന്നു. ആ വിശ്വാസത്തിലുള്ള കുടുംബങ്ങളുടെ ഒരു അംഗീകാരം അല്ല പ്രകടനമായിരുന്നു. ധാരാളം പേര് സെമിനാരിയിൽ, ഞാനുള്ളപ്പോൾ തന്നെ 14 ബ്രദേഴ്സ് സെമിനാരികൾ പഠിക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ വരുമ്പോൾ ഞങ്ങൾ പറയും, ഞാനിവിടുത്തെ സെമിനാരി റെക്ടറാണ്, ഒരു 14 പേര് ഇവിടുത്തെ സെമിനാരി വിദ്യാർത്ഥികളാണ് എന്നാൽ അത്രയും ഒരു വിശ്വാസം. ഇപ്പോഴും സെമിനാരിയിൽ പോകുന്ന ധാരാളം പേരുണ്ട് ഇവിടുന്ന്. അത് നമ്മൾ സാധാരണ കണക്കാക്കുന്ന ഒരു പാരിഷിൻ്റെ വളർച്ച അതിൻ്റെ ദൈവവിളികളെ കൂടി ആശ്രയിച്ച. ആ വിശ്വാസത്തിൻ്റെ കാതൽ നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളാണ്. പള്ളിയുടെ ഏത് കാര്യങ്ങളിലും പള്ളിയോടൊന്ന് ചേർന്ന്, അല്ലെങ്കിൽ പള്ളിയോട് ഒത്തു ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം. അത് പുത്തൻപീടികയുടെ ഒരു പ്രത്യേകതയായിരുന്നു. സഭയെ പറ്റി പറയും സെന്തീരെ കും എക്ലേസിയ, പള്ളിയോടൊത്ത് മുന്നോട്ട് പോവുക. അതുപോലെ പുത്തൻപീടികയെ പറ്റി പറയാവുന്നൊരു സ്ഥലമായിരുന്നു എൻ്റെ കാലത്ത്. എൻ്റെ അനുഭവം, ജനങ്ങൾ അച്ഛനൊരു കാര്യം പറഞ്ഞാൽ അതിനോട് സഹകരിച്ച് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും. ഞാനിവിടെയുള്ള അവസരത്തിലാണ് ഈ ഇടവകയിലെ കുടുംബ സമ്മേളനങ്ങൾ തന്നെ ആരംഭിക്കുന്നത്. യൂണിറ്റ് തലത്തിൽ എല്ലാ കുടുംബ സമ്മേളനങ്ങളും യോജിക്കുകയും, ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല, അന്നൊക്കെ എല്ലാ യൂണിറ്റുകളും സജീവമായിരുന്നു. അത് തുടക്കത്തിലുള്ള ശൂരത്വം എവിടെയുണ്ടല്ലോ, അത് പിന്നീട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നൊക്കെ നല്ല രീതിയിൽ കുടുംബ കൂട്ടായ്മയിൽ ആൾക്കാർ പങ്കെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉഷാറോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു.
ഇടവക സമൂഹത്തിൻ്റെ ഭൗതികവും ആത്മീയവുമായ ഒട്ടേറെ കാര്യങ്ങളിൽ അച്ഛൻ ഏറെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. അച്ഛനിവിടെ നടപ്പാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ആധ്യാത്മിക രംഗത്ത് എല്ലാ നോമ്പ് കാലത്തുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിൻ്റെ വഴി ഓരോ യൂണിറ്റുകളിൽ നിന്നും വരുന്ന ഒരു പതിവുണ്ടാക്കിയത് അച്ഛനായിട്ടായിരുന്നു. അതുപോലെ അക്കാലത്ത് ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവമായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധവും. ആ സമയത്ത് അന്തിക്കാട് പഞ്ചായത്ത് തലത്തിൽ സർമ്മവധ പ്രാർത്ഥന നടത്തുകയുണ്ടായി. അതിനന്ന് നേതൃത്വം കൊടുത്തത് അച്ഛനായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്തവർക്കെല്ലാം അതൊരു പ്രത്യേക അനുഭവമായിട്ട് അനുഭവപ്പെട്ടു. വെള്ളിയാഴ്ചകളിൽ കുരിശൻ്റെ വഴി ആരംഭിച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ്. പള്ളിയുടെ അകലെയുള്ള യൂണിറ്റുകളിൽ നിന്ന് പോലും രാത്രിക്ക് വളരെയധികം പേര് അതിൽ സംബന്ധിക്കും. ഇവിടെ വന്ന് വാഴവും ആരാധനയ്ക്കും ഉണ്ടാകുമ്പോൾ പള്ളിയൊക്കെ നല്ല നിറഞ്ഞു കവിഞ്ഞ ആളുണ്ടാകും. അതൊരു സജീവമായ പങ്കാളിത്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതും ഒരു പാരീഷിൻ്റെ, ഒരു ഇടവകയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. തേക്കാനത്തച്ഛൻ്റെ സമയത്താണ് ഇവിടെ നടന്നിരുന്ന അമ്പ് പെരുന്നാൾ. അതായത് 2 ഗ്രൂപ്പായിട്ട് ചെറുപ്പക്കാരുടെയും ചന്തയുടെയും കൂടിയിട്ടുള്ള ഒരു അമ്പായിട്ടാണ് നടത്തിയിരുന്നത്, തിരിച്ച്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ വന്ന സമയത്ത് അത് ഏകോപിപ്പിക്കാൻ വേണ്ടി എന്നോട്, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയമായിരുന്നു, അതിൻ്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത് നടത്താനായിട്ട് അച്ഛൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അന്നത്തെ ജനറൽ കൺവീനറായിട്ട് ഞാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് ആ സംഗതി വളരെ ഭംഗിയായി നടത്തി, എല്ലാവരെയും ഏകോപിപ്പിച്ചു. അതിനുവേണ്ടി അച്ഛനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ എന്നോട് പറഞ്ഞിരുന്നു. വളരെ ഭംഗിയായിട്ട് ഇവിടെ മീറ്റിംഗ് കൂടി, അതെല്ലാം സമ്മതിച്ചു. അങ്ങനെ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ പറ്റി. അത് ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു. ഈ കാലയളവിലാണ് പള്ളിക്ക് സമീപമുള്ള ഓസാനം ITIയുടെ പ്രിൻസിപ്പളായും പ്രവർത്തിച്ചിരുന്നത്. ആവുന്നതും പ്രായോഗികമായി നല്ല പരിശീലനം കൊടുക്കാൻ സാധിച്ചിരുന്നു. അന്ന് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു അഗസ്റ്റിൻ മാഷുണ്ടായിരുന്നു. മാഷ് പ്രാക്ടിക്കലായിട്ട് വളരെ സമർത്ഥനാണ്. കുട്ടികൾക്കും നല്ല ഇഷ്ടമായിരുന്നു. കുട്ടികൾക്ക് ഒരു വണ്ടി അഴിച്ചാൽ അതിന്മേ ചെയ്യേണ്ട ജോലികൾ ചെയ്ത് റീഫിറ്റ് ചെയ്ത് വർക്കിംഗ് കണ്ടീഷനാക്കാൻ പറ്റാവുന്ന രൂപത്തിലാണ് അവരെ വർക്ക്ഷോപ്പിൽ നിന്ന് പുറത്തിറക്കിയിരുന്നത്. ഒരുപക്ഷെ വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ കീഴിലുള്ള ഇന്ത്യയിലെ ഏക ITI ഇതായിരിക്കാം. 1980 ഇവിടെ വിൻസെൻ്റ് പോൾ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഓസാനം ITC എന്ന പേരിൽ സ്ഥാപനം തുടങ്ങിയത്. ലൂയിസ് അച്ഛനാണ് ആദ്യം തുടങ്ങിയത്. രണ്ടാമത് വന്ന അച്ഛനെ ആൻ്റണി തേക്കാനത്തച്ഛൻ ഇവിടെ വളരെയധികം പുരോഗതിയിലേക്ക് വളർത്തി കൊണ്ടുവന്നു.
പിന്നെ അച്ഛവിടുന്ന് മാറ്റം പോയി. പിന്നെ ഉള്ള കാലഘട്ടത്തിൽ വളരെയധികം പുരോഗതി അച്ഛൻ്റെ ആ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് കുറേയൊക്കെ പഠിക്കാൻ സാധിച്ചു. ഇപ്പോൾ വിൻസെൻ്റ് പോൾ സംഘം ഇവിടുത്തെ വികാരിച്ചൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നല്ല നിലയിൽ. മോട്ടോർ മെക്കാനിക് ട്രേഡിൽ അതിവിദഗ്ധ പരിശീലനം നൽകുന്ന ഈ സ്ഥാപനം അച്ചടക്കത്തിലും വിജയശതമാനത്തിലും ഏറെ പ്രശസ്തമാണ്. തൃശ്ശൂർ ഉപജില്ല നോക്കുകയാണെങ്കിൽ വിൻസെൻ്റ് പോളിൻ്റെ പ്രവർത്തനത്തിൽ ഇതുപോലൊരു ITI വേറൊരു സ്ഥലത്തുമില്ല. വിൻസെൻ്റ് പോൾ നേതൃത്വം കൊടുക്കുന്ന ഈ ITIയിൽ ഇവിടെ ഒരുപാട് കുട്ടികൾ, നമ്മുടെ ഈ ചുറ്റുപാടുമുള്ള കുട്ടികളുടെ വീടുകളിലേക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളായിട്ടും അവർക്ക് ഭാവിയിലേക്ക് ഒരു വീടിൻ്റെതായ പ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും ഈ ITI. ഇവിടെ MMB കോഴ്സാണ്, NCVT കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജോലി സാധ്യതയുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ വർഷങ്ങളിൽ നമുക്ക് 2 പ്രാവശ്യം ഇവിടെ സ്റ്റേറ്റിൽ ഉയർന്ന NCVTയുടെ നമുക്ക് സ്കിൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് 2 പ്രാവശ്യം ലഭിക്കുകയും നമുക്ക് 2000 നമുക്ക് ഇവിടുത്തെ റാങ്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 2005 നമുക്ക് സ്കിൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. 2000 നമുക്ക് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ഈ സമയങ്ങളിൽ നമുക്ക് വേണ്ടതായുള്ള എല്ലാ നിർദ്ദേശങ്ങളും, ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം 5 മണിക്കാണ് അടയ്ക്കുക, ആ സമയത്താണ് അച്ഛൻ കയറി വരിക. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. ആ സമയത്ത് എല്ലാം നിശബ്ദമായിട്ടിരിക്കും, അത്രയും സ്ട്രിക്റ്റ്. അച്ഛന്ന് കേട്ടാൽ തന്നെ പേടിയാണ്. അങ്ങനെയുള്ള ആ സ്ട്രിക്റ്റോട് കൂടിയിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ നടന്നിരിക്കുന്നത്. NCVT സർട്ടിഫിക്കറ്റിന് കുട്ടികളെ പരിശീലിപ്പിക്കണമെങ്കിൽ NCVTയുടെ നിബന്ധന അനുസരിച്ചുള്ള വണ്ടികൾ, വാഹനങ്ങൾ, ഉപകരണങ്ങൾ ഒക്കെ ആവശ്യമായി വന്നു. അതിന് നല്ലൊരു എമൗണ്ട് വന്നെങ്കിലും ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി ഓടുന്ന വണ്ടികൾ, ഓടാത്തത്, എൻജിൻ കാണാവുന്ന വിധത്തിലുള്ളത്, അതിനുവേണ്ടി പല വണ്ടികളും മേടിച്ചു. സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബസ് KK മേനോൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അന്ന് 25,000 രൂപ കൊടുത്താണ് ബസ് വാങ്ങിയത്. കുറേ നാൾ ബസ്സായിട്ട് തന്നെ ഇവിടെ നിലനിർത്തിയെങ്കിലും 3 മാസം കൂടുമ്പോൾ ടാക്സ് അടയ്ക്കണമെന്നുള്ള നിബന്ധന RTO നിർബന്ധമാക്കിയപ്പോൾ അത് ബോഡി പൊളിച്ച് കട്ടപ്പുറത്ത് നിർത്തുന്നത് പോലെയാക്കിയതാണ്. ആ ബസ്സാണ് ഇപ്പോൾ അവിടെ ഇങ്ങനെ പ്ലാറ്റ്ഫോമായിട്ട് കിടക്കുന്നത്. അതുപോലെ കൂടുതൽ വണ്ടികൾ മേടിച്ചു. മോട്ടോർ സൈക്കിളിൻ്റെ എൻജിൻ, 4 സ്ട്രോക്ക് എൻജിൻ, അത് V ടൈപ്പ്, സൈഡ് ഉള്ളത്, അങ്ങനെ പലതുമായിട്ട് ഒരുപാട് എൻജിൻസും റണ്ണിങ് വണ്ടികളും ഒക്കെ സംഘടിപ്പിച്ച് NCVTയുടെ അംഗീകാരം മേടിച്ചു. ആദ്യത്തെ 3 ബാച്ചുകാരുടെ ഇതിനെല്ലാം കാരണഭൂതൻ തേക്കാനത്തച്ഛൻ തന്നെ. സാങ്കേതിക രംഗത്തെ പുത്തൻ മാറ്റങ്ങൾ സ്വയം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈ വൈദികൻ തീർച്ചയായും സഭയ്ക്കും പൊതുസമൂഹത്തിനും ഒരു മുതൽക്കൂട്ട് തന്നെ. ധാരാളം കുട്ടികൾ ഇവിടെ നല്ല രീതിയിൽ പഠിച്ചിറങ്ങി. അവർക്കൊക്കെ ഒരുവിധം നല്ല ജോലി കിട്ടാനും കാരണമായിട്ടുണ്ട്. കുട്ടികൾക്ക് സാമാന്യം കർശനമായ
പരിശീലനമാണ് നൽകിയിരുന്നത്. പഠനത്തിൽ മാത്രമല്ല, അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിലും മടി കൂടാതെ എവിടെ ചെന്നാലും ജോലി ചെയ്യാനുള്ള അവസ്ഥയിലേക്കും അവർ പരിശീലിപ്പിച്ചു. അതിൻ്റെ കാരണം ഒരാൾ ജോലി കൊടുക്കുമ്പോൾ ആ ജോലി അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ ചെയ്ത് കിട്ടലാണ്. ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ആളെ അവർ സ്ഥിരപ്പെടുത്തും. മേനി അനങ്ങാതെ നടക്കുന്ന വിദ്യാർത്ഥികളൊന്നും അവർ ജോലിക്ക് വെക്കില്ല. അപ്പോൾ ആ ഒരു ബോധം, പണി ചെയ്യാനാണ്, ഉടമസ്ഥന് വേണ്ടി പണി ചെയ്യാനാണ് നമ്മൾ പോകുന്നതെന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ കൊടുത്തിരുന്നു. 82 ജനുവരി മാസത്തിലാണ് ലൂയിസ് അച്ഛൻ ട്രാൻസ്ഫർ ആയതിനു ശേഷം തേക്കാനത്തച്ഛൻ ഇവിടെ പ്രിൻസിപ്പാളായി ചാർജ് എടുത്തത്. ഞാൻ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ 4 മാസം 82 ഏപ്രിൽ മാസത്തിൽ എനിക്ക് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടി, PSC ജോലി കിട്ടി. ഞാൻ ഇവിടെ നിന്ന് റിലീവ് ചെയ്യുകയാണ്. പക്ഷേ ആ 4 മാസം ഒരു തേക്കാനത്തച്ഛനുമായിട്ട് ജോലി ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പിന്നീട് ഫ്യൂച്ചറിലേക്ക് ഒരു പാഠമായി. അച്ഛനാണെങ്കിലോ ഇവിടുത്തെ സാധനങ്ങൾ, അതുപോലെ എക്യുപ്മെൻറ്റ്സ്, ലെയ്ത്ത്, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡർ, അങ്ങനെ അന്ന് പോരായ്മ വേണ്ട ITCക്ക് പോരാത്ത സാധനങ്ങളൊക്കെ, ഐറ്റംസുകളൊക്കെ, ടൂൾസുകളൊക്കെ വാങ്ങിക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. കൂടാതെ അച്ഛൻ കാർമൽ പോളിയിലാണ് പഠിച്ചിരുന്നത്. അവിടുത്തെ ആ എക്സ്പീരിയൻസും കൂട്ടിയിട്ട് ഈ ITCക്ക് ഉപകരിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് ഇവിടെ നിന്ന് 3 വർഷം ഈ ITC വീണ്ടും ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രോത്സാഹനമാണ് അച്ഛൻ ചെയ്തത്. ഓസാനം ITIയുടെ ചരിത്രത്തിലെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് തേക്കാനത്തച്ഛൻ തുടക്കം കുറിച്ചു. പഠനക്രമങ്ങൾ നവീകരിക്കുന്നതിലും ഉപകരണങ്ങളും മറ്റും വാങ്ങുന്നതിലും അച്ഛൻ ഒരിക്കലും ആരോടും കോംപ്രമൈസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പുത്തൻ പീടിക ഓസാനം ITI അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നത്. അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം പല സംഗതികളും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഉപകാരപ്രദമായ വിൻസെൻ്റ് പോളിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടോയെന്ന് അറിയില്ല, കേരളത്തിൽ ഏതായാലും ഇല്ല, വിൻസെൻ്റ് പോൾ നടത്തുന്ന ഏക ഒരു സ്ഥാപനമാണ്. ആ ഉദ്ദേശം തന്നെ ഒരു കുട്ടി മീൻ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ നല്ലത് ഒരു ചൂണ്ട വാങ്ങിച്ചു കൊടുത്താൽ അത് ഉപയോഗിച്ച് അവനെ മീൻ പിടിക്കാം. അതേപോലെ സ്വയമായിട്ട് തൊഴിൽ നടത്തി ജീവിക്കാനുള്ള ഒരു ശ്രമം നടത്താനായിട്ടാണ് ഈ സ്ഥാപനം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും എവിടെ ചെന്നാലും ഇവിടെ പഠിച്ച കുട്ടികൾ അവരുടെ പ്രവൃത്തി ഭംഗിയായി ചെയ്ത് ഈ സ്ഥാപനത്തിൻ്റെ പേര് നിലനിർത്തുന്നുണ്ട്. അച്ഛൻ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ സംഗതികളും വെച്ച് നോക്കുമ്പോൾ ഇത്രയും ഫലപ്രദമായ ഒരു സംരംഭം വേറെ ഒരിടത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് ഈ സമൂഹത്തിനും അതുപോലെ തന്നെ നാട്ടിലും ഏറ്റവും പ്രയോജനജനകമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതിപ്പോഴും നിലനിർത്തി പോകുന്നുണ്ട്. അച്ഛൻ വാങ്ങിച്ച മെഷീനുകളെല്ലാം ഉപയോഗിച്ച് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് ജീവനോടുകൂടി തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം അച്ഛനോട് ഞങ്ങൾ കടപ്പാട് രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ. ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമ്മകൾ പീ